മഹാദേവന്റെ നിർദ്ദേശത്തെ തുടർന്ന് ദക്ഷന്റെ നിഗ്രഹത്തിനും ദക്ഷയാഗത്തിന്റെ സർവനാശത്തിനും എത്തിയ വീരഭദ്രനെ ദക്ഷന്റെ അപേക്ഷ പ്രകാരം മഹാവിഷ്ണു എതിർക്കുന്നുണ്ട്. പക്ഷേ അതിനു മുൻപ് തന്നെ മഹാവിഷ്ണു ദക്ഷന് താക്കീത് നൽകിയതാണ്. വീരഭദ്രൻ ശിവന്റെ കോപാഗ്നിയിൽ നിന്നും ജനിച്ചവനാണ്. അവൻ ഒരിക്കലും നമുക്ക് മാപ്പ് നൽകുകയില്ല. സ്വർഗമായാലും ഭൂമിയായാലും പാതാളമായാലും വീരഭദ്രന്റെ ആയുധങ്ങൾക്ക് അവിടെ എത്താൻ യാതൊരു പ്രയാസവും ഉണ്ടാകുകയില്ല. മഹാകാളിയുടെ അകമ്പടിയോടെത്തിയ വീരഭദ്രൻ ദക്ഷവേദിയിൽ സർവനാശം വിതച്ചപ്പോൾ ദക്ഷനും ഋഷിമാരും അഭയം തേടിയത് മഹാവിഷ്ണുവിന്റെ കാൽക്കലാണ്. ഭക്തപ്രിയനായ മഹാവിഷ്ണു സർവായുധധാരിയായി വീരഭദ്രന്റെ നേരെ നടന്നെടുക്കുകയാണ്. പക്ഷെ അദ്ദേഹം വീരഭദ്രനോട് പറയുന്നുണ്ട്, ഞാൻ ശിവഭക്തനായ നാരായണനാണ്. മഹാദേവനെ പോലെ തന്നെ ഞാനും ഭക്തർക്ക് വിധേയനാണ്. ദക്ഷൻ എന്റെ ഭക്തനായതുകൊണ്ട് തന്നെ എനിക്ക് ദക്ഷനെ സംരക്ഷിക്കേണ്ടതായി വരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇപ്പോൾ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ നിന്നെ നേരിടാൻ വന്നതാണ്. നിനക്ക് എന്നെ തടയാൻ ശ്രമിക്കാം. ലക്ഷ്മിപതിയായ മഹാവിഷ്ണുവിനോട് അപ്പോൾ വീരഭദ്രൻ ചോദിക്കുന്നുണ്ട്, നീ ശിവൻ തന്നെയെന്നും ശിവൻ തന്നെയാണ് വിഷ്ണു എന്നും ഞാൻ കേട്ടിരിക്കുന്നു. നമ്മൾ തമ്മിൽ ഒരു വാക്കുതർക്കത്തിനോ ഒരു യുദ്ധത്തിന്റെയോ ആവശ്യമുണ്ടോ? എന്നാൽ വിഷ്ണു ഭഗവാൻ പറഞ്ഞത് സംഭവിക്കാനുള്ളത് സംഭവിച്ചുകൊള്ളട്ടെ, നിനക്ക് ഒരു മടിയും കൂടാതെ എന്നോട് യുദ്ധം ചെയ്യാം. അങ്ങനെ വീരഭദ്രനും വിഷ്ണുവും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. വീരഭദ്രനോടും മറ്റു ശിവഗണങ്ങളോടും പിടിച്ചു നിൽക്കാനാവാതെ മഹാവിഷ്ണുവും മറ്റു ദേവന്മാരും വിഷണ്ണരായി നിന്ന അവസരത്തിൽ യാഗവേദിയുടെ പുറകിൽ മറിഞ്ഞിരിക്കുന്ന ദക്ഷനെ വീരഭദ്രൻ കണ്ടെത്തുന്നു. അവിടെ നിന്നും ദക്ഷനെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ തല അറുത്ത് ആ ശിരസ് ഹോമകുണ്ടത്തിൽ നിക്ഷേപിക്കുകയാണ്. ശേഷം വീരഭദ്രനും ശിവഗണങ്ങളും കൈലാസത്തിലേക്ക് മടങ്ങിച്ചെന്നു. താൻ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി പൂർത്തിയാക്കിയ വീരഭദ്രന് മഹാദേവൻ ഗണങ്ങളുടെ സർവാധ്യക്ഷൻ എന്ന സ്ഥാനം നൽകുന്നു.